ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനൊന്നും അത്ര ഗൗരവം കൽപ്പിച്ചു കൊടുക്കണ്ടെന്നൊക്കെ മേനി പറയുമ്പോഴും അത്ര എളുപ്പമല്ല. ആർക്കാണതറിയാത്തത്? കായുള്ള മരത്തിലേക്ക് കല്ല് വീഴുന്നൊക്കെ പഴമൊഴികളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടാവാം. പക്ഷെ എളുപ്പമല്ല ഒരു അപവാദത്തിന്റെയും അപമാനത്തിന്റെയും കാലഘട്ടങ്ങൾക്ക് കുറുകെ കടക്കുക, അതിലൂടെ കടന്നു പോവുക, സമചിത്തയോടെ നിലനിൽക്കുക, നഷ്ടധൈര്യമില്ലാതെ നിലനിൽക്കാനാവുക. നമ്മുടെ കാലത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു ദുരന്തം അതാ. എന്തൊക്കെയോ കാരണങ്ങളാൽ നിങ്ങളുടെ സൽപ്പേര് ഉലയുന്നു. ചിലര്, വിശേഷിച്ച് ഈ കൗമാരത്തിലെ മക്കളൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. മുതിർന്നവര് അവരുടെ സാമൂഹിക ജീവിതത്തിന്റെയോ ബന്ധങ്ങളുടെയോ ഒക്കെ വാതിൽ കൊട്ടിയടച്ച് തങ്ങളിൽ തന്നെ ഒതുങ്ങുന്നു. എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച അപമാനങ്ങളിൽ പ്രതികരിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതികഠിനമാണ് അതിന്റെ തലവര. എല്ലാവരും തങ്ങളുടെ പേര് ഉലയാതെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ജീവജാലങ്ങൾ പോലും അത് കൊതിക്കുന്നുണ്ടെന്നൊക്കെയാ പറയുക. നിങ്ങളെ വളർത്തുമൃഗങ്ങളെപ്പോലും ഒന്ന് ശകാരിച്ചു കഴിഞ്ഞെന്നാൽ അത് തലകുനിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഒരിടത്തൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? സെന്റ് ജെറോമിൽ നിന്നുണ്ട് അത്തരവ് അനുഭവം. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വേദപണ്ഡിതനാണ് സെന്റ് ജെറോം. ബൈബിളൊക്കെ ഇങ്ങനെ ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത അദ്ദേഹമാണ്. ബത്ലഹേമിൽ തന്നെയുള്ളൊരു കെയ്വില് ഇങ്ങനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആ ആശ്രമവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് അദ്ദേഹം ആ തപസ്യയിൽ ഏർപ്പെട്ടത്. ഒരു ദിവസം ഈ ഒരു ആശ്രമ കവാടത്തിന് മുമ്പിൽ ഒരു സിംഹം അലറി വിളിച്ചു നിൽക്കുന്നവർ കണ്ടു, ആശ്രമവാസികൾ കണ്ടു. എല്ലാവരും ഭയം നിൽക്കുമ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് ഈ സിംഹം അലറുന്നു, അലറി വിളിക്കുന്നു, നിലവിളിക്കുന്നതൊക്കെ കൃത്യമായിട്ട് ജെറോമിന് മനസ്സിലായി. അടുത്ത് ചെന്ന് അതിന്റെ ആ കൈത്തലത്തിൽ നിന്ന് തറച്ചു കയറിയൊരു മുള്ളെടുത്ത് മാറ്റുന്നു. ആ മുള്ളിൽ തട്ടിയാണ്, മുള്ളിന്റെ വേദനയിലാണ് ഇത്രയും കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സുഹൃത്തത്തോടുകൂടി, സൽക്രിയോടുകൂടി ഈ സിംഹം ആശ്രമത്തിലെ അന്തേവാസിയായി. അതൊരു വീട്ടുനായെ കണക്കി ഇങ്ങനെ വളരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ അത് സദാസമയം ഉണ്ടായി തുടങ്ങി. ഇതിനെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നൊക്കെ ആയിരുന്നു പിന്നീട് ആശ്രമവാസികളുടെ ചിന്ത. കാട്ടില് വിറക് ശേഖരിക്കാനായിട്ട് ഒരു കഴുതയുമായിട്ട് പോകുന്ന സന്യാസിയുണ്ട്. അതിന് എസ്കോട്ട് പോകാനായിട്ട്, അതിന് മറ്റു ജീവജാലങ്ങൾ രക്ഷിക്കാനായിട്ട് സിംഹം പോകട്ടം തീരുമാനിച്ചു. ഈ ഒരു കളി അധികം കാലം നീളില്ലെന്നൊക്കെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞെങ്കിലും അത് കുറെ കാലം അങ്ങനെ നീണ്ടു. ഒരു ദിവസം ഇങ്ങനെ കഴുതയെ കാണാനില്ല. സ്വാഭാവികമായിട്ട് ആ സിംഹം കൊന്നു തന്നെ കരുതിയാൽ മതി. തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഈ സിംഹത്തെ പള്ളു പറയുക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ സാധു മൃഗത്തെ നീ കൊന്നു കളഞ്ഞു. സിംഹം അതോടുകൂടി ഇങ്ങനെ ഒരിടത്ത് കൂനിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ വഴിയിലൂടെ കടന്നുപോയ, മരുഭൂമിയിൽ കടന്നുപോയ ഒരു കവർച്ച സംഘത്തിന്റെ കൂട്ടത്തില് ഈ കഴുതയെ സിംഹം കണ്ടെത്തി. കൂട്ടത്തിൽ നിന്ന് തന്റെ സ്നേഹിതനായ കഴുതയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് പറ്റാവുന്ന വിധത്തിൽ അലറി വിളിച്ചുകൊണ്ട് സിംഹം ആ കവർച്ച സംഘത്തെ നേരിട്ടു. ഭയന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് ഈ മനുഷ്യരെല്ലാം കൂടി, ഈ കവർച്ചക്കാരെല്ലാം കൂടി ഓടിക്കൂടുന്നത് ഈ ആശ്രമത്തിലാണ്. ഒന്നും അവരെ ചെയ്യരുതെന്ന് കൃത്യമായിട്ട് ജെറോം നിർദ്ദേശിച്ചു. ആ കളഞ്ഞുപോയത്, സിംഹം കൊന്നെന്ന് കരുതിയ ആ കഴുതയെ തിരിച്ചു കിട്ടി. തന്റെ സത്യം തെളിഞ്ഞതിന്റെ പേരിൽ ആ സിംഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് ആ സിംഹം ആ പതുക്കെ ഈ ജെറോമിന്റെ കാൽപാദങ്ങളിൽ ഒരുമി കടന്നു. ഇന്നും നിങ്ങൾ ജെറോമിന്റെ ഒരു ചിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണും കാൽപാദങ്ങൾ ഒരുമി കിടക്കുന്ന ആ സിംഹം. ഇപ്പൊ ഒരു വളർത്തുജീവി പോലും അതിന്റെ സൽപ്പേര് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കാൽപ്പനികമായിട്ട് കുറച്ച് ചൈൽഡിഷായ ഒരു വിചാരമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. നിങ്ങളൊന്ന് പക്ഷെ അതിന്റെ ഒരു ഗുരുത്വം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചാൽ നല്ലതാണ്. എന്തൊക്കെയോ അപമാനങ്ങളിൽ കടന്നു പോകുമ്പോൾ, ജീവിതം നിങ്ങളുടെ മീതെ ഓരോരോ ആരോപണങ്ങൾ വെച്ച് നീട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മാതൃകയായിട്ടുള്ള യേശു തന്നെ. നമ്മൾ ഇടക്കിടക്ക് സൂചിപ്പിക്കുന്ന കണക്ക് ഈസ് അവർ അൾട്ടിമേറ്റ് റെഫറൻസ്. എന്തിനും ഏതിനും ഈ മരപ്പണിക്കാരനല്ലാതെ നമുക്ക് വേറെ രേഖയില്ല. അയാളുടെ ജീവിതം നമുക്ക് തരുന്ന വലിയൊരു സമാശ്വാസമുണ്ട്. 33 വയസ്സിനിടയിൽ ഈ ചെറുപ്പക്കാരൻ കടന്നുപോയ ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഓർക്കുമ്പോൾ നമുക്ക് നടുക്കം വരുന്നു. അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയ്ക്കകത്തും അയാൾ ഏതൊക്കെയോ അപവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും കടന്നുപോയി. വേണമെങ്കിൽ
നിങ്ങളുടെ സുവിശേഷം ഒന്ന് വേഗത്തിൽ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞൊരു 6 ആരോപണങ്ങളെങ്കിലും വളരെ കൃത്യമായിട്ട് നമ്മുടെ കൺമുമ്പിലേക്ക് തെളിഞ്ഞു കിട്ടും. ഒന്ന്, അവനെ ഭോജനപ്രിയ എന്ന് വിളിച്ചു, ഗ്ലട്ടൻ. ദേ കോൾ ഹിം ഗ്ലട്ടൻ. ആരാണെന്ന് കൂടി ആലോചിക്കണം. 40 ദിവസം പട്ടിണി കിടന്ന മനുഷ്യനാണ്. ദാഹിക്കുമ്പോൾ വെച്ച് നീട്ടിയ നീർപ്പഞ്ഞ് വേണ്ടാന്ന് തട്ടിമാറ്റിയ മനുഷ്യനാണ്. എന്നിട്ടും ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ വർത്തമാനം ഇതാണ്: ഇയാൾ ഭോജനപ്രിയനാണ്. രണ്ടാമതായിട്ട് വീഞ്ഞുകുടിയൻ. മൂന്നാമതായിട്ട് വേശ്യകളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരൻ. നാലാമതായിട്ട് നിയമലംഘകൻ. അഞ്ചാമതായിട്ട് ബീൽസബൂളിന്റെ സ്നേഹിതൻ. ബീൽസബൂൾ എന്ന് പറയുന്നത് പിശാചുക്കളുടെ തലവനാണ്. ഒടുവിലായിട്ട് 6ാമതായിട്ട് പൈത്യക്കാരൻ. അവന് ഭ്രാന്തുണ്ടെന്ന് അവന്റെ കാലം കരുതി. ഇങ്ങനെ തീയില്ലാതെ പുകയുണ്ടാകലെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു ആരോപണം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ചില കാരണം ഉണ്ടാവും. നിങ്ങൾ നനച്ച ഒരു കനൽ മാത്രം ആവണമെന്നില്ല, പലപ്പോഴും അതല്ല. എങ്കിൽ പോലും ഇത്തരമൊരു ആരോപണത്തിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കണം, സമസ്ത മേഖലകളിലും അവൻ കടന്നുപോയ അപമാനമാണ് ഇത്. അവന്റെ വ്യക്തിജീവിതം, സമൂഹ ബന്ധങ്ങള്, ദൈവവുമായി ബന്ധപ്പെട്ട അവന്റെ മതജീവിതം, ഒരാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗൗരവമെന്ന് കരുതുന്ന എല്ലാ മേഖലയ്ക്കകത്തും നിങ്ങളുടെ പേരിനിടിവോ അപമാനമൊക്കെ സംഭവിക്കുന്നു. എന്നിട്ടും എത്ര ഭംഗിയായിട്ട് ആ ചെറുപ്പക്കാരൻ ലോകത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാനാവും. അയാളുടെ മനസാക്ഷിയുടെ ശബ്ദമാണ്. അത്രയും കൃത്യമായ മനസാക്ഷിയുടെ ശബ്ദമുള്ള ഒരാൾക്ക് അയാളുടെ മീതെ വരുന്ന ആരോപണങ്ങളെ ഉടുപ്പിൽ വീഴുന്ന ഒരു തുള്ളി മഷിത്തുള്ളിയായിട്ട് എടുത്താൽ മതി. യേശു പറയുന്നുണ്ടല്ലോ, ശരീരത്തെക്കാൾ പ്രധാനമല്ല വസ്ത്രം. സൽപ്പേരെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വസ്ത്രത്തിന് മീതെ ആരോ കുടഞ്ഞ ഇങ്ങനെ മഷിയ. ഓർക്കുന്നുണ്ട്, ഈ ഗ്രാമീണ വിദ്യാലയങ്ങളിലൊക്കെ, സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ ഈ കൊല്ലപ്പരീക്ഷയൊക്കെ തീരുന്ന അവസാനത്തെ ദിവസം ഓരോരോ ഹാളില് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാനും കുട്ടികളെ ശ്രദ്ധിക്കാനും വരുന്ന അധ്യാപകരുടെ മീതെ ഇങ്ങനെ ഒന്ന് ഫൗണ്ടൻ പേനയിൽ നിന്ന് മഷി കുടഞ്ഞു പോകുന്ന ഒരു രീതി ഈ പഴയ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കഴിയാത്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് മീതെ ഒരാൾ ഇത്രയും തകർന്നുകൂടാ. ഒരാൾക്ക് വീണ്ടെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. യേശുവിന്റെ കാര്യത്തിലേക്ക് തന്നെ വരിക. എന്തുകൊണ്ടായിരിക്കണം ഇത്തരം ചില ആരോപണങ്ങളിലൂടെ അവന്റെ കാലം കടന്നുപോയത്? ഗുരുക്കന്മാര് ഉപവസിക്കണമെന്നും പട്ടിണി കിടക്കുന്നതും ഒക്കെ കരുതിയൊരു കാലത്തിനകത്ത് യേശുവിനെ മിക്കവാറും നമ്മൾ കാണുന്നത് വിരുന്നുമേശകളിലാണ്. അവന്റെ 40 ദിവസം ഉപവസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ അവൻ ഏകദേശം 40 വിരുന്നുകളിൽ യേശു പങ്കുചേർന്നതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് അതിനെ തപ്പിയെടുത്ത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ പറയുന്ന ഒരു 40 ബാങ്ക്വറ്റ്സ് യേശു പങ്കുചേർന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും ആ ബാങ്ക്വറ്റ്സുകളെ കുറിച്ച് പറയാനായിട്ട് കുറച്ച് താല്പര്യക്കുറവാണ്. എന്താ, നോയമ്പോലൊക്കെ വരുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ജീവിതത്തോട് പുലർത്തിയ ഒരു നിഷേധാത്മാവ്, അയാൾ ഭക്ഷിച്ചത് ഒരു ആത്മീയമായിട്ട് നമ്മൾ കരുതുന്നില്ല. അയാൾ ഭക്ഷിക്കാതിരിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെയാണ് പലപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല വിരുന്നുമേശകളിലും കാണുന്ന ഒരാള് എന്തുകൊണ്ട് യേശു പല വിരുന്നുമേശകളിലും കാണപ്പെട്ടെന്നുകൂടി നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ്. അലഞ്ഞു നടന്നിരുന്ന 13 പേരാണ്. ഒരു മരപ്പണിക്കാനും മിക്കവാറും പേര് മുക്കുവരുമായിരുന്നു. കാര്യമായ തൊഴിലുകളൊന്നും അവർ ഏർപ്പെട്ടിട്ടില്ല. അവർ ജീവിച്ചിരുന്നത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദാരിദ്ര്യം പിടിച്ചൊരു നാടാണ് പാലസ്തീന. അത്തരം ഒരു നാടിനകത്ത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു നല്ല ഭക്ഷണമായിരുന്നു അവർക്ക് വിരുന്നെന്ന് പറയുക. ഗ്രാമീണര് അവരുടെ ഇല്ലായ്മകളിലും ഇവരെ വിളിച്ച് ഒരു പിടി ചോറ് കൊടുക്കാനായിട്ട് ധൈര്യപ്പെട്ടു. നിങ്ങൾ അത്തരം ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കാണാവുന്നൊരു വാക്കുണ്ടാവും, കൃതജ്ഞതാപൂർവ്വം അപ്പം എടുത്തുന്നൊക്കെയാണ്. മറ്റാരുടെയോ ഔദാര്യത്തിലും കരുണയിലും ഒക്കെ ജീവിക്കേണ്ടി വന്ന മനുഷ്യരാണ്. അവർക്ക് ലഭിക്കുന്നൊരു വിരുന്ന്, ആ വിരുന്നിലേക്കുള്ള ക്ഷണമൊക്കെ നിരാകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. എനിക്ക് ചിലപ്പോൾ സങ്കടം പോലും തോന്നാറുണ്ട്. അവസാന കാലങ്ങളിൽ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും വിരുന്നുശാലകളിലുള്ള ആ പ്രസൻസ് നിന്ദിക്കപ്പെടുന്നുണ്ട്. ചിലരെങ്കിലും അവന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, യോഹന്നാനെ നോക്കി പഠിക്കുക, യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു. ഇതൊക്കെ എന്ത് കഠിനമാ. മനുഷ്യൻ നന്നായിട്ട് വിശന്നൊരു മനുഷ്യനാണ് യേശു എന്ന് പറയുന്നത്. അലഞ്ഞു നടന്നിരുന്ന മനുഷ്യനാണ്. നന്നായിട്ട് വിശന്ന മനുഷ്യർക്ക് ഈ ഭക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാവുകയുള്ളൂ. വിവേകാനന്ദനെ കുറിച്ച് ഒരു നല്ലൊരു പുസ്തകം വന്നിട്ടുണ്ട്. അതിനകത്ത് വിവേകാനന്ദനെ കുറിച്ച് പറയുന്ന ഈ മനുഷ്യൻ നന്നായിട്ട് പാചകം ചെയ്യും, നന്നായിട്ട് ഭക്ഷണം കൊടുക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും എന്നൊക്കെയാണ്. കൃത്യമായ പട്ടിണി പശ്ചാത്തലമുണ്ട് വിവേകാനന്ദന്. നല്ലതുപോലെ പട്ടിണി നിന്നിട്ടുണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ അന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ കുറെ കൂടി മനുഷ്യരോട് ഇങ്ങനെ അൾട്രൂയിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള മനുഷ്യനായിരുന്നു.
ആ ചെറിയ പ്രായം തൊട്ട് തന്നെ അതിന്റെ സൂചനകൾ കാണിച്ചുകൊണ്ടിരുന്നവരാ. മറ്റുള്ളവരെ കുറിച്ചായിരുന്നു എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന നേരമാക്കി കഴിയുമ്പോൾ അമ്മയോട് നുണ പറയും. ഇന്നൊരു കൂട്ടുകാരൻ അവന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചങ്ങാതിമാർ കൂടി ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ നുണ പറഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എങ്ങും പോകാനില്ല, ഒരു ചങ്ങാതിയും വിളിച്ചിട്ടില്ല. അങ്ങനെ ഈ അലഞ്ഞ് നടക്കുന്ന വഴി ചൂടൊക്കെ ഏറ്റ് വിശപ്പൊക്കെ ഏറ്റിട്ട് തളർന്നു വീണ സംഭവങ്ങൾ പോലും വിവേകാനന്ദന്റെ ചരിത്രങ്ങളിലുണ്ട്. എന്തിനാണ് ഈ ഇറങ്ങിപ്പോക്കെന്നുള്ളത് കാര്യം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാളെങ്കിലും ഒരാൾ ഉച്ചയ്ക്ക് വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രയും ഭക്ഷണം ബാക്കിയുള്ളവർക്ക് പങ്കുചേർ എടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് വിശന്ന മനുഷ്യൻ എന്ന നിലയിൽ ഭക്ഷണത്തിന് കൊടുത്തൊരു മൂല്യം, ഒരാൾ ഭക്ഷണത്തോട് കാണിക്കുന്ന ഒരു താല്പര്യത്തിന്റെ പേരിൽ ഒരുപക്ഷെ അയാളുടെ കഠിനമായ ദാരിദ്ര്യത്തിന്റെ ഒക്കെ കഥകൾ ഉണ്ടാകുമോ? അതിനെയൊക്കെ അപഹസിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് അവകാശം? അതിനെയല്ല, എന്തിനെ അപഹസിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് അവകാശം? ഓരോരുത്തർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. പിന്നെ വീഞ്ഞുകുടി എന്ന് പറയുന്ന ഒരു വിശേഷണം വരുന്നത്, അത് മദ്യപിച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് യേശു പുലർത്തിയ ഒരു ജുബിലൻ ലൈഫുണ്ട്, ഒരു ആനന്ദത്തിന്റെ ജീവിതം അവൻ രേഖപ്പെടുത്തി. നേരത്തെ പറഞ്ഞ കണക്ക് സ്പിരിച്വാലിറ്റിക്ക് എപ്പോഴും ഒരു മെലങ്കോളിക് ടോൺ ഉണ്ട്. നിങ്ങൾ എന്തുമാത്രം വിഷാദഭരിതനായിട്ട് നിൽക്കുന്നു, എന്തുമാത്രം നിങ്ങളുടെ ഇങ്ങനെ മുഖവും കണ്ണും ഒക്കെ ഇങ്ങനെ കൂമ്പിയിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ആത്മീയയുടെ മാനദണ്ഡമൊക്കെ കണക്കാക്കപ്പെടുന്ന കാലമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ പോലും നിങ്ങൾ തലയിൽ എണ്ണ തേക്ക്, നിങ്ങൾ സന്തോഷത്തോടും ചിരിയോടും കൂടി ഇരിക്കാനാ പറയുക. അപ്പോൾ യേശു പുലർത്തിയ ഒരു ആനന്ദ ജീവിതമുണ്ട്. ആനന്ദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തലയിലേക്ക് വരുന്നത് എപ്പോഴും ഈ ക്രമം തെറ്റിയ ചില സന്തോഷങ്ങളെയാണ്. അത്തരം ക്രമം തെറ്റിയ സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ എപ്പോ വേണമെങ്കിലും വറ്റിപ്പോകാവുന്ന കിണറാന്ന് ആർക്കാ അറിയാത്തത്. അവനവന്റെ ഉറവയിൽ നിന്ന് ശേഖരിക്കാവുന്ന ഒരു ആനന്ദത്തെ യേശു ഭൂമിയെ പഠിപ്പിച്ചു. യേശു പുലർത്തിയ ഒരു ആനന്ദ ജീവിതമുണ്ട്. നമ്മൾ യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും സംസാരിക്കുകയും അതിനകത്താണ് നമ്മൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മടങ്ങിപ്പോകുന്നതിനും യേശു പറഞ്ഞൊരു വാക്കിന് നിങ്ങൾ എന്തുകൊണ്ട് മറന്നുപോയി? ഞാൻ ഇവയൊക്കെ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടിയാണെന്ന് പറയുക. അപ്പോൾ ആ ഒരു യേശു പുലർത്തിയ സൗഹൃദ ജീവിതം, ആനന്ദ ജീവിതം ഒക്കെ സ്വാഭാവികമായിട്ട് ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഗുരുക്കന്മാരെപ്പോഴും ഉൾവലിഞ്ഞും മനുഷ്യരെ ഒഴിവാക്കിയും തങ്ങളിൽ തന്നെ ചുരുങ്ങിയും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം എങ്ങനെയോ നമ്മുടെ സൈക്കിള് കയറിയിട്ടുണ്ട്. അതിന് വിരുദ്ധമാണ് യേശുവിന്റെ നിലപാടുകൾ. പിന്നെ ഇങ്ങനെ നിയമലംഘകൻ, എന്തിനാ നിയമം ലംഘിച്ചത്? നിയമം ലംഘിച്ചതെന്ന് പറയുന്നത് കളഞ്ഞുപോയ സ്നേഹത്തെ ഇങ്ങനെ നിയമത്തിലേക്ക് യേശു കൂട്ടിക്കൊണ്ടുവന്നു. ആചാരങ്ങളെയും മാമൂലുകളൊക്കെ യേശു ലംഘിച്ചത്, അല്ലാതെ കൽപ്പനകളെ ഒന്നും യേശു ലംഘിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ പോലും ചില ആചാരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉലച്ചിൽ സംഭവിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മളിങ്ങനെ കോഷ്യസ് ആവുന്നത്, നമ്മൾ പെട്ടെന്ന് വിവശരാകുന്നത്. എല്ലാ ആചാരങ്ങളും നിലനിൽക്കേണ്ടതുണ്ടോ? ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള വാർത്ത എന്ന നൂറ്റാണ്ട് നമ്മൾ കണ്ടിട്ടില്ല, അരനൂറ്റാണ്ട് പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാൽ പോലും ഒരു അത്രയും എക്സ്റ്റൻസീവ് ആയിട്ട് പോലും ചിന്തിച്ചു കഴിയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം മുതൽ ഇങ്ങനെ പെസഹായിക്ക് പാദക്ഷാളനം നടത്തുന്ന ആ ചടങ്ങിനകത്ത് സ്ത്രീകളുടെയും ഇങ്ങനെ ക്രിസ്ത്യാനികളല്ലാത്തവരെയും കാൽപാദങ്ങൾ കഴുകാനായിട്ട് അനുവാദം കൊടുത്തുണ്ടെന്നുള്ള വാർത്ത. അതുണ്ടാക്കുന്ന തുറവി എന്തൊരു ശക്തമായ തുറവിയാണ്. ഏതാണ്ട് 2 സഹസ്രാബ്ദങ്ങളായിട്ട് യേശു ചേർത്ത് പിടിച്ച ആ മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ പാദക്ഷാളന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അന്ത്യത്താഴ മേശയിൽ സ്ത്രീകളില്ലെന്നൊക്കെ ഉള്ള സങ്കല്പങ്ങൾ, സ്വാഭാവികമായിട്ട് ഭക്ഷണം വിളമ്പുന്ന എല്ലായിടങ്ങളിലും ഭക്ഷണം പങ്കിട്ടെടുക്കുന്ന എല്ലായിടങ്ങളിലും സ്ത്രീകളല്ലാതെ വേറെ ആരുടെ സാന്നിധ്യം ഉണ്ടാവുക? എന്നിട്ടും ഈ ഒരു 2000 വർഷം അവരെ അതിനകത്തുനിന്ന് അകറ്റി നിർത്തുന്നതിനകത്ത് നമ്മുടെ യുക്തി എന്തായിരുന്നു? അപ്പൊ അത്രയും യുക്തിയില്ലാത്തൊരു കാര്യം പോലും ഒന്ന് നിഷേധിച്ചിട്ട് അതിനെ ഒന്ന് തിരുത്തിയിട്ട് ചില കാര്യങ്ങൾ തുറന്നു കിട്ടുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഷെയ്ക്കുണ്ട്. ഇനി എങ്ങനെയാണ്? ഇപ്പൊ ഏതൊരു കാലത്തിന്റെയും ചില മാമൂലുകളെ തൊടുമ്പോൾ സംഭവിക്കുന്ന ആരോപണങ്ങൾ, എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് പാപ്പു പോലും അത്തരം ചില ആരോപണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ആ ടൈമിന്റെ ഒരു ലക്കം പോപ്പിനെ കവർ സ്റ്റോറിയാക്കി എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ 3 ഇവൻ മാമൂലുകളെ ലംഘിക്കുന്നു. 4 പാപികളുടെ കൂട്ടുകാരെന്നുള്ള ആർക്ക് വേണ്ടിയാണ് വൈദ്യന്മാര്? രോഗികൾക്ക് വേണ്ടിയാ. മനസ്സിന്റെ രോഗാതുരതയെ വിളിക്കേണ്ട വാക്കാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഏറ്റവും ഉത്തമനായ വൈദികന് അവരെ ഉപേക്ഷിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം സാധ്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നിട്ട് യേശുവിന്റെ അത്തരം നിലപാടുകൾ എത്ര നിശ്ചിതമായിട്ടാണ് വിമർശിക്കപ്പെട്ടത്. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഈ നല്ല മക്കളോട് മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മാത്രം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കുട്ടി അത്രയും നല്ലതാണെങ്കിൽ
നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പരിസരത്തുണ്ടാക്കേണ്ട വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് കുട്ടിയെ പഠിപ്പിച്ചുകൂടാ? എല്ലാവരും ഇങ്ങനെ തങ്ങളുടെ പരിസരത്തെ ഭംഗിയാക്കി ഇങ്ങനെ ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ചുറ്റും ആരാണെന്നുള്ളത് നമ്മളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. ആദിമസഭയായിട്ട് യേശുവിന്റെ കാലത്ത് എടുക്കാമെങ്കിൽ ആദിമസഭ ആരുടേതായിരുന്നു? ചുങ്കക്കാരുടെയും പാപികളുടെയും ഗണികളുടെയും ഒക്കെ. അവിടെ ഒന്നും അവർക്ക് തലമുനിക്കേണ്ടി വന്നില്ല. അവരൊന്നും യേശു നേരിട്ടില്ല. യേശു നേരിട്ടത് അക്കാലങ്ങളിൽ ഏറ്റവും മതാത്മക ജീവിതം നയിച്ച മനുഷ്യരെ മാത്രമേ നേരിട്ടുള്ളൂ. ഒരാളുടെ പോലും ഇടർച്ചകളുടെ പേരിൽ അയാളുടെ തലകുനിച്ച് നിൽക്കാനായിട്ട് യേശു അയാളെ ഒരു തരത്തിലും വിട്ടുകൊടുത്തിട്ടില്ല. ഇങ്ങനെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ കരുണയുടെ കഥയാണ് യേശുവിൻ്റെത്. യേശുവിന്റെ മുൻഗണന എന്ന് പറയുന്നത് ഒരു 3 വാക്കിനകത്ത് പറയാമെന്നാ പറയുന്നത്, ടു ദ ലീസ്റ്റ്, ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഏറ്റവും അറ്റത്തിൽപ്പെട്ടവർ, ഏറ്റവും നഷ്ടമായവര്, ഏറ്റവും കളഞ്ഞു പോയവര്, ഇങ്ങനെയുള്ളവരായിരുന്നു അവിടെ ചേർത്ത് പിടിച്ചത്. നമ്മുടെ ചങ്ങാതിമാരാരാ? ഒരു ചെറുപ്പക്കാരനെ ഇത്തിരി ഇടറ ജീവിതമുള്ള, ഇത്തിരി എന്ത് ചെയ്യുന്നു, മയക്കുമരുന്നിനൊക്കെ പെട്ട് ജീവിക്കുന്ന കുറച്ച് ഇത്തിരി എന്താ പറയുന്ന കുറച്ച് കൊട്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് വെറുതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറയുകയാണ്, പള്ളിയിലോട്ട് വാ. സ്വാഭാവികമായിട്ട് ആ ചെറുപ്പക്കാരന്റെ റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ പള്ളിയിലോട്ടൊന്നുമില്ല, പള്ളി പുണ്യാവന്മാർക്ക് വേണ്ടിയുള്ള. പള്ളി എന്നുതൊട്ടാണ് പുണ്യാവന്മാരുടെ ഇടമായിട്ട് മാറിയത്? അത് പാപികളുടെ ഇടം തന്നെ, ഇടറിപ്പോയ മനുഷ്യരുടെ ഇടം തന്നെ. ഇടറിപ്പോയ മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ആ ദീർഘഘട്ടത്തിന്റെ ഒക്കെ പേരാണ് ദേവാലയം എന്നൊക്കെ പറയുക. നമ്മളാവട്ടെ ഏറ്റവും നല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞെന്നാൽ യേശുവിനെതിരായിട്ട് വന്ന എല്ലാ ആരോപണങ്ങളും വാസ്തവത്തിൽ അവനുള്ള കോംപ്ലിമെന്റ് ആയിരുന്നു. അവൻ ആരാണെന്ന് ലോകത്തെ വെളിപ്പെടുത്തുന്ന ഭംഗിയുള്ള ചില വിചാരങ്ങളായിരുന്നു വാസ്തവത്തിൽ. നമ്മളെപ്പോഴും പറയാറില്ലേ, ഇങ്ങനെ ഡിസ്കൈസിൽ ചില കാര്യങ്ങൾ വരാറുണ്ട്. ആരോപണം എന്ന് പറയുന്ന ഒരു ദുപ്പട്ടയ്ക്ക് പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുന്നത് വാസ്തവത്തിൽ യേശു എന്ന് പറയുന്ന മനുഷ്യൻ, യേശു എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള വശങ്ങളിലേക്കുള്ള കിളിവാതിലുകളാ, വെളിപ്പെടുത്തലുകളാ. യേശുവിന്റെ പ്രയോറിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. 5-ാമതായിട്ട് അവനിങ്ങനെ പിശാചുക്കളെ കൊണ്ട് ഇങ്ങനെ ഓരോന്നിനെയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാ കാലങ്ങളിലും ആ ആരോപണം ഉണ്ടായിരുന്നു. ക്രിസ്തീയ ശുശ്രൂഷകളിലൊക്കെ നടക്കുന്ന രോഗശാന്തികളെ കുറിച്ച് പോലും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത്തരം ആരോപണമുള്ളതായിട്ട് നമുക്ക് വേണമെങ്കിൽ നടപടി പുസ്തകം തൊട്ട് തന്നെയൊക്കെ വായിച്ചെടുക്കാവുന്ന ചില സൂചനകളുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിനകത്ത് ക്രിസ്ത്യാനിറ്റി പോലും അപരാധം ചെയ്തിട്ടുണ്ട്. മനുഷ്യരെ ഇങ്ങനെ പിശാചുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ആരോപിച്ചിട്ട് അവരെ ഇങ്ങനെ തീയിലോട്ട് എറിഞ്ഞു കൊടുക്കുന്ന കഥ സഭയുടെ കൈവശം പറ്റിയ ഒരു പാളിച്ചയുടെ കഥ. ചിലതിനൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഈ കരുണയുടെ വർഷത്തില് കുറെ കരുണയില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിച്ചസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലും രൂപപ്പെട്ടു, ദുർമന്ത്രവാദികള്. എന്നാൽ ഇന്ന് ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു, ഈ വേദപുസ്തകത്തിലെയൊക്കെ ആ പുണ്യപ്പെട്ട വയോധികരെ കണക്ക് ദേവാലയവുമായി ബന്ധപ്പെട്ടും യേശുവുമായി ബന്ധപ്പെട്ടും അഗാധവും നിഗൂഢവുമായ ജീവിതം ഉണ്ടായിരുന്ന മനുഷ്യരെയായിരുന്നു ഈ വിച്ചസ് എന്ന കൽപ്പന കൊടുത്തിട്ട്, എന്ന ഒരു വിശേഷണം കൊടുത്തിട്ട് ഇങ്ങനെ തീയിലോട്ടൊക്കെ എറിഞ്ഞു കളഞ്ഞത്. അപ്പൊ യേശു ആ കടന്നുപോയ ആരോപണത്തിലൂടെ യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരും എന്തെങ്കിലുമൊക്കെ കടന്നു പോകുന്നുള്ളതിന്റെയൊക്കെ ഒരു ഓർമ്മയായിരിക്കുമോ ഈ പറഞ്ഞ കഥയെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ അവസാനമായിട്ട് പൈത്യക്കാരെന്നുള്ള വിശേഷണം, ഭ്രാന്ത് പിടിച്ചെന്ന വിശേഷണം. അതെ, എന്തിനാ ഒരു മനുഷ്യ അലഞ്ഞു നടക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ കൃത്യമായ സങ്കല്പങ്ങളുണ്ട്, കൃത്യമായ ചതുരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. ആ ചതുരങ്ങൾക്ക് നിരക്കാത്ത വിധത്തിൽ, ആ കളങ്ങൾക്ക് നിരക്കാത്ത വിധത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളതിനെ അബ്നോർമാലിറ്റി ആയിട്ടാണ് ഗണിക്കാറുള്ളത്. എന്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാതെയും മുക്കുവരായ കൂട്ടുകാരോടൊപ്പവും ഈ പറയുന്ന കട്ടമരത്തിലൊക്കെ ഇരുന്നും വഴിയോരങ്ങളിൽ വിശ്രമിച്ചും വഞ്ചികളിൽ അന്തിയുറങ്ങിയും ഒക്കെ ജീവിക്കുന്നു? അയാൾക്ക് സ്വാഭാവിക ജീവിതമായിക്കൂടെ? അവന്റെ സഹോദരന്മാര് അവന് ഭ്രാന്തെന്ന് കരുതി അവനെ പിടിക്കാൻ പുറപ്പെട്ടെന്ന വേദപുസ്തകം പറയുക. ഏതെങ്കിലും തരത്തില് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ വ്യത്യാസമുണ്ടാക്കി എല്ലാ മനുഷ്യരെക്കുറിച്ചും അവരുടെ കാലം പറഞ്ഞിരുന്ന ആരോപണം അതാ. പൊക്കുടൻ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ ഈ മനുഷ്യൻ, ഈ കർഷകത്തൊഴിലാളിയായ മനുഷ്യൻ തന്റെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടലും കുത്തി നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവന്റെ കാലം അല്ലെങ്കിൽ അയാളുടെ പരിസരം അയാളെ മറ്റെന്തായിരിക്കും വിശേഷിപ്പിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ദശരഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 20 വർഷം കൊണ്ട് അയാളിങ്ങനെ തുരങ്കം അയാളുടെ ഭാര്യയെ അയാൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ പോകുന്ന വഴിക്ക്
യാത്ര തടസ്സം ഉണ്ടായി. കാരണം വലിയൊരു മലയുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് തീരുമാനിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ ഭാര്യയുടെ ജീവൻ ഒടുക്കിയ ഈ മലയ്ക്ക് ഇനി ആരുടെയും ജീവൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ അതിനകത്ത് ഇങ്ങനെ പതുക്കെ 20 വർഷങ്ങൾ തുടർച്ചയായിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കി അയാള് ആ പുറത്തെ വെളിച്ചം കാണുകയാണ്. അയാള് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒറ്റയ്ക്കൊരു മലയുടെ അകത്ത് തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 20 വർഷക്കാലവും അല്ല എങ്ങനെയായിരിക്കും അഭ്യസിക്കപ്പെട്ടുണ്ടാവുക? പൈത്യക്കാരൻ. അതുകൊണ്ടൊക്കെയാണല്ലോ സൂഫി പാരമ്പര്യങ്ങളിൽ ഇങ്ങനൊരു കഥ ഉണ്ടാവുന്നത്. ഒരു രാത്രി ഒരു പ്രവാചകനോട് ദൈവം വന്നിട്ട് പറയുകയാണ്, നാളെ ഈ ഗ്രാമത്തിൽ ദുരന്തം സംഭവിക്കാൻ പോവുകയാണ്. ഗ്രാമം വെള്ളം കുടിക്കുന്ന ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ കരുതലുകൾ ചെയ്യുക. അയാൾ ആദ്യം സങ്കല്പിച്ച കരുതൽ എന്ന് പറയുന്നത് തലേന്നെ വെള്ളം ശേഖരിച്ചു വെക്കാന്നുള്ള. കുറേ കൽഭരണികൾക്കകത്ത് അയാൾ വെള്ളം ശേഖരിച്ചു, തനിക്ക് വേണ്ടി കരുതി വെച്ചു. പിറ്റേന്ന് ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച എല്ലാവർക്കും ഭ്രാന്തായി. പക്ഷെ പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ച ഒരു നാടിനകത്ത് സ്വാഭാവിക ജീവിതമുള്ള ഒരു മനുഷ്യനെ വൈകാതെ ഭ്രാന്തനെന്ന് വിളിക്കപ്പെടും. ഇയാളെ ഭ്രാന്തനെന്ന് അവർ ദേശം എണ്ണി തുടങ്ങി. അവർ പറഞ്ഞു, നിനക്ക് ചികിത്സ ആവശ്യമുണ്ട്. അയാൾ പറഞ്ഞു, എനിക്കുള്ള ചികിത്സ ഞാൻ ചെയ്യാം. എന്നിട്ട് അയാൾ ഇവരെയും വിളിച്ചുകൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് വരുന്നു. ഇങ്ങനെ പല ഭരണികൾക്കകത്തായിട്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന വെള്ളമുണ്ട്. ആ ഭരണികളൊക്കെ അടിച്ചു തകർക്കുന്നു. എന്നിട്ട് അവരോടൊപ്പം പോയി തടാകത്തിൽ ചെന്നിട്ട് വെള്ളം കുടിച്ച് അവരെ കണക്ക് സ്വാഭാവിക മനുഷ്യനായി, നോർമലായി. ഇത് വളരെ പഴക്കമുള്ള കഥയാണ്. ഇത്തിരി മാറി നടക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരെയും അപഹസിക്കാനായിട്ട് നമ്മുടെ കാലം കണ്ടെത്തിയ വാക്കാണത് പൈത്യക്കാരൻ. മറിയായിക്കൊരു മകനുണ്ട്, ഭ്രാന്ത, പണിക്കൊന്നും പോകത്തില്ല. ഇങ്ങനെ കുറെ മുക്കോ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ കടപ്പുറത്തിരിക്കുന്ന കാണാം. ഇത്തിരി അവനെ പിടിച്ച് നേരെയാക്കിയായിരുന്നെങ്കിൽ മറിയക്കൊരു കൂട്ടായനെ. എല്ലാവരും കൂടി സഹായിക്കാൻ വരിക യേശുവിനെ. നമ്മുടെ ഭാഗ്യത്തിന് യേശു അത്തരം നല്ല മനുഷ്യരിൽ നിന്ന്, സഹായിക്കാമെന്ന നല്ല മനുഷ്യരിൽ നിന്ന് രക്ഷപ്പെട്ടു. ആമേൻ. അപ്പോൾ കണ്ട ചിന്തകളെ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു അപവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഓർത്താൽ നല്ലതാണ്. അയാൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മരപ്പണിക്കാരൻ, അയാളും ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അയാൾക്ക് സ്തുതിയായിരിക്കട്ടെ.